ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള പാലപ്പവും നല്ല രുചിയുള്ള ഒരു കുറുമക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്താക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കുറിക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ഇത് നല്ലോണം സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതിന് 850 ml വെള്ളം ഒഴിച്ച് പൊടി നമ്മൾ അടിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 650 ml വെള്ളവും 200 തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം നമുക്കറിയാമല്ലോ, കുറച്ച് പൊടിയിട്ടത് നല്ലോണം അടിച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം അടിച്ച് കഴിയുമ്പോൾ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല രുചിയുള്ള പാലപ്പമായിട്ട് കിട്ടും. എന്നിട്ട് ഇനി കുറുമക്കറി വെക്കാനായിട്ട് ഞാൻ ഗ്രീൻ പീസ്, അതുപോലെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഒരു മീഡിയം സൈസ് സവാള, അരമുറി തേങ്ങ, പട്ട ഇതൊക്കെ എടുക്കുന്നുണ്ട്. പട്ട, തക്കോലം, ഏലക്കായ, ഗ്രാമ്പൂ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചാക്കണ ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ക്യാരറ്റ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറുകി കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരു പാകം ഉണ്ടല്ലോ ഒഴിക്കണം, പാകം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ഒഴിക്കണം. അപ്പോൾ അത് വെച്ചാൽ അടി പിടിക്കാനും പാടില്ല, നല്ലത് വെന്ത് കിട്ടണം. അത്രയും വെള്ളം നമ്മളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിലോട്ടിട്ട് സ്റ്റൗമ്മേലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ കത്തി കഴിയുമ്പോൾ 2 എണ്ണം അടിച്ച് കഴിയുമ്പോൾ, കുക്കറിൽ 2 വിസിൽ വന്നു കഴിയുമ്പോൾ, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിടും. എന്ന് വെച്ചാൽ 2 വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുറച്ചിട്ടിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ഗ്യാസ് അധികമാവില്ല, കുറഞ്ഞ തീയിൽ കിടന്ന് വേവുമ്പോൾ. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ എൻ്റെ പാലപ്പത്തിൻ്റെ ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ പാലപ്പത്തിൽ ഒരു 2-3 സ്പൂൺ പഞ്ചസാര, നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെക്കണത്. മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും ശരി നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്, നല്ലോണം പൊന്തിയിട്ടുണ്ട്. 1 മണിക്കൂറായിട്ടുള്ളൂ, പക്ഷേ നല്ലോണം ഇത് രുചിയുമാണിത്. നല്ലോണം പൊന്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇതും ഒരു അധികം തീ വെച്ച് കൊടുക്കണം. തീ വെച്ച് കൊടുത്താൽ ഇതും കരിഞ്ഞു. അപ്പോൾ കുറഞ്ഞ തീയിൽ നമ്മൾ ഇതും വേവിച്ച് കൊടുക്കുക. അധികം കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പാലപ്പം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് എടുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ട് നല്ല കുമ്പളകളൊക്കെ ആയിട്ടുണ്ട്, നല്ലോണം വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഈ ചട്ടിയിൽ പിടിക്കണമില്ല, അതാണ് ഞാൻ ഇന്ന് ഈ ചട്ടി തന്നെ ഉണ്ടാക്കി. ഇങ്ങനെ കുറുമക്കറി വെക്കാനായിട്ട് അരമുറിയുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും ഇത്തിരി കട്ടിക്കാൻ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ വെള്ളം പോലെ ആകും. എന്നിട്ട് ഇത് കുക്കർ തുറന്നപ്പോൾ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോകരുത്, വെന്തുടഞ്ഞ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയേക്കുന്ന ചട്ടിയിൽ തന്നെ ഇത്തിരി നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവിനുണ്ടി അതിലോട്ട് വറുത്തിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഈ കശുവിനുണ്ടിയും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഉണ്ടായിരുന്നു വീട്ടിൽ, അതും പിന്നെ കോൺഫ്ലവർ കുറച്ചുണ്ടായുള്ളൂ. അത് കാരണം അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി എടുത്ത് 2ഉം കൂടി ഇത്തിരി പച്ചവെള്ളം ഒഴിച്ച് അതും കൂടി കലക്കി ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു പൊടിയും ചേർക്കേണ്ടതില്ല, നല്ല രുചിയായുള്ള ഒരു കുറുമക്കറി നമുക്കിതിൽ കിട്ടും. ഒരു പാടില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാപ്പാൽ അന്ന് ചിരണ്ടാൻ നേരമില്ലാത്തവർക്ക് തലേദിവസം അരമുറി തേങ്ങ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ രുചിയുള്ള ഒരു നമ്മുടെ രാവിലത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.